തലശ്ശേരി വരെ. ആഷിഖിന്റെ നാട്ടിൽ ഞാൻ പഠിത്തു പോയിരുന്നു. അതുപോലെ നാട്ടിനൊരു പ്രത്യേകത ഉണ്ട്. ദുനിയാവിൽ ഒരു നാടും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പ്രവാസിയാണ്. എന്താ നാടിന്റെ പ്രത്യേകത എന്നറിയോ? ഉസ്താദുമാർ പറ്റിയ നമ്പർ വാങ്ങിച്ചോളൂ. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെടാവുന്ന ഏതെങ്കിലും ഒരു മൊയിലിയർ പോയി കിട്ടിയാൽ നിങ്ങൾ കഴിച്ചിലായി. കാരണം ഇന്ന് വരെ ചരിത്രത്തിൽ ഒരു ഉസ്താദിനെയും ആ മഹലിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല. ഇയാളെ മഹലിന് കുറച്ച് കൂട്ടുകാർ ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ പരിപാടിക്ക് പോയപ്പോൾ 25-35 കൊല്ല ഒരു ഉസ്താദ് ഉണ്ട്. ഞാൻ വരുമ്പോൾ എന്നോട് ഇങ്ങനെ ആ നാടിനെ പറ്റി വിവരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളാരും ഇവിടുത്തെ പ്രസിഡന്റാണോ ചോദിച്ചു. അപ്പൊ വേക്കുന്ന ഒരാൾ പറഞ്ഞു, പ്രസിഡന്റ് അല്ല, പ്രസിഡന്റിനേക്കാൾ വലിയ സ്ഥാനത്തുള്ള ആളാണ്. മനസ്സിലാക്കാനും കൂടെ ഉള്ളതുകൊണ്ട് പറയണേ. ഞാൻ ചോദിച്ചു, മുത്തവല്ലിയാണോ ചോദിച്ചു. മുത്തവല്ലിയും അല്ല, അതിന്റെ മുകളിലാണ്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഉസ്താദ് ഇരുന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ 35 കൊല്ലായി, എനിക്കറിയുന്ന അത്ര ആൾക്കാർക്കും മഹലിനെ പറ്റി അറിയില്ല. അപ്പം അയാൾ 35 കൊല്ലം, അപ്പുറത്തുള്ള ആൾ 25 കൊല്ലം, അതിന്റെ അപ്പുറത്തുള്ള 15 കൊല്ലം, അതിന്റെ അപ്പുറത്തുള്ള 7 കൊല്ലം. അപ്പോൾ അതിനിടയിലും അവരുടെ പേഴ്സണൽ ദൂരത്തിന്റെ വിഷയം കൊണ്ടൊക്കെ ചില ആളുകൾ ഒഴിഞ്ഞു പോയി എന്നല്ല. ഇന്ന് വരെ ഞങ്ങളൊരു ഉസ്താദിനെയും ഞങ്ങളെ മഹലിൽ നിന്ന് ഉസ്താദ് പൊയ്ക്കോളിന്ന് ഞങ്ങളെ അനുഭവത്തിലും ഓർമ്മയിലും പറയാനില്ല. ഉസ്താദ്മാരിനോട് പറഞ്ഞു, വല്ലാത്ത നാടാ ഞങ്ങളത്, ഞങ്ങൾ പല നാട്ടിലും ജോലി ചെയ്തിട്ടുണ്ട്, ഇങ്ങനൊരു നാടില്ല. ഇവിടെ കൂടിയ കമ്മിറ്റി ഭാരവാഹികളായ ആളുകളോട് ഓർമ്മപ്പെടുത്തുക, ചെറിയ ചെറിയ നിസ്സാര വിഷയങ്ങൾക്ക് പാവപ്പെട്ട ജീവിതം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അധ്വാനിച്ചിട്ട് ആ അധ്വാനം ഒരു സമ്മാനമായി സമൂഹത്തിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്ന പാവപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കൾ, അവരെ നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ സംഘടനാ പ്രവർത്തനത്തിന് കിട്ടുന്നില്ല, നമ്മളെ വീട്ടിൽ ചോറയിക്കാൻ വരുന്നില്ല, നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നില്ല, ഞാൻ വിളിച്ചപ്പോ പരിപാടിക്ക് വന്നിട്ടില്ല, അതല്ലെങ്കിൽ അയാളെ ലീവിന്റെ ദിവസം ഒരു ചെറിയ ആവശ്യം പറഞ്ഞപ്പോ അയാളത് മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പാവപ്പെട്ട നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ എല്ലാ മുഅല്ലിമീങ്ങളും മുദരിസുമാരും എല്ലാ ഉസ്താദുമാരും പാവങ്ങളാണ്, സാധുക്കളാണ്, നിസ്വാർത്ഥരാണ്, നിഷ്കളങ്കരാണ്. അങ്ങനെ ഒരു വക്രബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഉസ്താദും ഒരു മഹല്ലിലും ജോലി ചെയ്യില്ല. കാരണം ഒരു മഹല്ലിൽ ഒരുപാട് മക്കളെ, മുതഅല്ലിമീങ്ങളെ, മദ്രസ വിദ്യാർത്ഥികളെ ബുദ്ധിപൂർവം സംരക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു ഉസ്താദാണെങ്കിൽ അയാൾക്കൊരു ഇന്റർനാഷണൽ സൂപ്പർ മാർക്കറ്റ് വളരെ സുന്ദരമായി നയിക്കാൻ കഴിയും. ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ശമ്പളം വേണ്ട രൂപത്തിൽ കൈപ്പറ്റാനും സാധിക്കും. എന്നിട്ടും ഈ ആരും അങ്ങനെ ഒരു പണിക്ക് പോകാതെ, ശമ്പളം പോലും ചോദിക്കാതെ നല്ല നല്ല മഹല്ലുകളിൽ വന്ന് നാളെ ആഖിറത്തിലേക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സേവനം ചെയ്യുമ്പോൾ ഇല്ലാത്ത ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പാവപ്പെട്ട ഉസ്താദുമാർക്കെതിരെ കുതിര കയറുന്ന സാധാരണക്കാരനാണെങ്കിലും, എത്ര വലിയ കുബേരനാണെങ്കിലും, എത്ര വലിയ തറവാടിത്തമുള്ളവനാണെങ്കിലും ബദരീങ്ങളെ സദസ്സിൽ വെച്ച് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുക, അനുഭവിക്കുക തന്നെ ചെയ്യും. മരിക്കുന്നതിന്റെ മുമ്പ് അതിന്റെ വേദന രുചിച്ചറിയുക തന്നെ ചെയ്യും. സക്കറാത്തിന്റെ ഹാല് ഒരിക്കലും സുഖിക്കാൻ ഒരു ഉസ്താദിനെയും കണ്ണുനീര് കൊടുത്ത ഒരുത്തനും സാധിക്കുകയില്ല. എത്ര വലിയ ഹോജയാണെങ്കിലും ശരി എന്ന് മഹാന്മാരായ ബദർ ശുഹദാക്കളെ മുൻനിർത്തി സാക്ഷി നിർത്തി എന്റെ സദസ്സിൽ വന്ന നിങ്ങളത്തരക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലും ആരെങ്കിലും, ഞാനൊരു പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഞാനൊരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. ഒരാൾ പറഞ്ഞു, ഞാൻ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാ. കുറവുകളും പോരായ്മകളും ഒക്കെ ആർക്കുണ്ടാകും, ശ്രദ്ധക്കുറവുകൾ ഉണ്ടാകും. അതൊക്കെ പറഞ്ഞ് നിരത്തി ആ ഉസ്താദുമാർ അല്ലെങ്കിൽ വരുന്ന സമയത്ത് അതിന്റെ മുമ്പ് അവർ ജോലി ചെയ്ത സ്ഥലം പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് സ്വീകരിക്കുക. ഓരോ കൊല്ലം ഓരോരുത്തരെ നിർത്തുക, ഒരാളെ ഖതീബാക്കുക, പിന്നെ ഒരാളെ ഇമാമാക്കുക, ഒരാളെ മുക്രിയാക്കുക, എന്നിട്ട് അവരുടെ സമയത്ത് പിരിച്ചുവിടുക. അതല്ലെങ്കിൽ ലാസ്റ്റ് സമയത്ത് റമദാൻ തീരാ നേരത്തൊക്കെ എത്ര പാവപ്പെട്ട പണ്ഡിതന്മാർ കരഞ്ഞതിന്റെ പേരില ഞാൻ ഈ സദസ്സിന്റെ മുമ്പിൽ ആക്രോശിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങളോടുള്ള വൈരാഗ്യമാണ് എന്ന് എത്ര ഉസ്താദുമാർ കരയാറുണ്ടെന്നറിയോ. വിളിച്ചിട്ട് ശമ്പളം പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉസ്താദുമാരുടെ ജോലി പോസ്റ്റിൽ ജോലി അന്വേഷിക്കുന്ന പാവപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടം പോലെ ഉണ്ടായത് കൊണ്ടാണോ നിങ്ങൾ ചോദിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ പാവപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹൃദയം പൊട്ടിപ്പോകും, കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോകും. ഉസ്താദേ, ഒന്നുമില്ലെങ്കിൽ വീട്ടില് പട്ടിണിയാണ്, ഒന്നുമില്ലെങ്കിൽ മഹല്ലിൽ സേവനം ചെയ്താൽ ആ മഹല്ലിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഭക്ഷണം കൊണ്ട് സ്വന്തം ജീവിതം പട്ടിണി തീർത്ത് എന്തെങ്കിലും ആരെങ്കിലും
ആരെങ്കിലും തന്നാൽ പെരേക്ക് കൊടുത്തേക്കാലോ, പെരയിൽ കുത്തിരുന്ന ഒന്നും ഉണ്ടാവൂലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് കലങ്ങുന്ന പാവപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരുടെ ഈ വേദനകൾ നമ്മുടെ ഹൃദയത്തിന് കീറാം, അത് വേദനിപ്പിക്കാൻ, നമുക്ക് നാളെ വേദനിക്കാൻ അങ്ങനെയുള്ള അപകടങ്ങൾ കാരണമാകും. അള്ളാഹു എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കാൻ, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ. മിനിമം വ്യഭിചാരാരോപണമാണ്. എന്നാ പിന്നെ ആരും ഒന്നും ചോദിക്കൂലല്ലോ, ഒന്നും പറയണ്ട, ആരോടും പറയണ്ട. അയാൾ ഇവിടുന്ന് കട്ടിട്ടാണ് പോയത്. ഏറ്റവും വല്ല സുഖ. ചില ആൾക്കാർ ഭയങ്കര വളഞ്ഞ ആളുകളാ. ഓല് പറയാ എന്നോണ്ടൊന്നും പറയിപ്പിക്കണ്ട, പറഞ്ഞാ മോശം, അത് ഗീബത്തായി പോവും, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. എന്തൊക്കെ ധരിക്കാം സുഹൃത്തെ, അനുഭവിക്കൂട്ടോ. നീ എത്ര വലിയ നേതാവാണെങ്കിലും നീ അനുഭവിക്കും. നീ എത്ര വലിയ സംഘടനാ പ്രവർത്തനാണെങ്കിലും നീ അനുഭവിക്കും. നിന്റെ അനുഭവിച്ചത് ഈ സമൂഹം കാണും, അത് ചരിത്രമായി മാറും. അങ്ങനെ പണ്ട് ഒരു ഉസ്താദിനോട് ദർസിൽ നിന്ന് മുതഅല്ലിമീങ്ങളെ പരീക്ഷ നടത്തിയിട്ട് ഇവിടെ റിസൾട്ട് തൂക്കണമെന്ന് പറഞ്ഞ് പണ്ടൊരു വലിയ കുബേരൻ, അയാള് വലിയ തറവാടിത്തുള്ള ആളാണ്, അയാളുടെ പൈസ കൊണ്ടാണ് മുതഅല്ലിമീങ്ങൾ വളരുന്നത്. അയാള് വലിയ സമ്പന്നനാണ്, അയാൾ നീളക്കുപ്പായിടുന്ന ആചാരാണ്, അയാൾ തലയെക്കെട്ട് കെട്ടുന്ന ആളാണ്. അയാളുടെ കൂടെ ഒരൊറ്റ ജമാഅത്തും പോകാതിരിക്കാൻ ഒരു ഖാദിമായി ഒരു മൊയ്ലിയാറെ കൊണ്ടടക്കുന്ന ആളാണ് അയാൾ ഉസ്താദിനോട് പറഞ്ഞു, നമ്മളാ തിന്നാൻ കൊടുക്കണത്, അതുകൊണ്ട് കുട്ടികളെ പരീക്ഷ നടത്തിയിട്ട് മാർക്ക് പുറത്ത് പ്രസിദ്ധീകരിച്ച് കുട്ടികൾ മുതഅല്ലിമീങ്ങളെ കുറവാക്കാറില്ല, അതുകൊണ്ട് അത് പറ്റൂല, ഞാനാണ് പറഞ്ഞതുകൊണ്ട് മാർക്ക് ലിസ്റ്റ് ഇടണമെന്ന് പറഞ്ഞു. ആ പാവപ്പെട്ട പണ്ഡിതൻ ഈ വ്യക്തിയുടെ വാശിക്ക് മുമ്പിൽ പരീക്ഷ നടത്തിയിട്ട് പള്ളിയുടെ വരാന്തയിൽ മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോ ഇയാൾ പിന്നെ അടുത്ത ജമാഅത്തിന് വന്നിട്ട് പറഞ്ഞു പോലും, ഈ നായ്ക്കാണോ തിന്നാൻ കൊടുക്കുന്നത്, എന്താ അതൊക്കെ പഠിക്ക്, എന്താ അതൊക്കെ എത്ര മാർക്ക്. അങ്ങനെ പറഞ്ഞു. അവസാനം അയാൾ ചത്തുപോയി. ഞാനിതൊരു സ്ഥലത്തുനിന്ന് പറഞ്ഞപ്പോ ആ തറവാടിന്റെ പേര് അറിയാതെ പറഞ്ഞുപോയി. അപ്പോ പരിപാടി കഴിഞ്ഞ ഉസ്താദ് നമ്മളെ തറവാടിന്റെ പേര് നിങ്ങൾ പറയേണ്ടില്ല, ഇനി നമ്മളാ തറവാട്ടിൽപ്പെട്ടാണ്, നമ്മൾ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ട് അറിയാം, നമ്മളെ തറവാട്ടിൽ ഇങ്ങനത്തെ ഒരു ദുൽമുണ്ടായതുകൊണ്ട്. അവസാനം ഒരു അവിശ്വാസിയായ ഒരു പെണ്ണിനെ ഇത്രയും വലിയൊരു മനുഷ്യൻ നീളക്കുപ്പായിട്ട് തലേക്കെട്ടും കെട്ടി കൂടഹാദ്യമായ ഒരു ആലിമിനെ ജമാഅത്ത് നഷ്ടപ്പെടാതെ കൊണ്ടുനടന്നു. ആ മഹല്ലിലെ മുഴുവൻ ദർസും സംരക്ഷിച്ചു. അവസാനം അയാൾ അവിശ്വാസിയായ ഒരു പെണ്ണിനെ പ്രേമിച്ചു, ഇസ്ലാമിൽ നിന്ന് പുറത്തു ചാടി ആ പെണ്ണിനെ സ്വീകരിച്ചു. പുതിയ കാലത്തൊന്നുമല്ല, വാട്സപ്പ് യുഗത്തിലല്ല, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സംഭവത്തിലല്ല, ഏതോ കാലത്താ അയാൾ അനുഭവിച്ചത് ഈ പാവപ്പെട്ട മുതഅല്ലിമിന്റെയും ഈ പാവപ്പെട്ട പണ്ഡിതന്മാരുടെയും ചോരയാണ്. അതുകൊണ്ട് അവനവന് അനുഭവിക്കാതിരിക്കണമെങ്കിൽ സൂക്ഷിക്കുന്നത് നല്ലതാ. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരു മഹല്ലിന്ന് പോയാൽ, അടുത്തിനോട് ഉസ്താദ് പറഞ്ഞത്, പോകുമ്പോ കമ്മിറ്റിക്കാർ ഒരൊറ്റ ഡിമാൻഡാണ്, ഞങ്ങൾ കത്ത് തന്നിട്ടാണ് പോകുന്നത്, നീ നാട്ടുകാരോട് പറയരുത്, നിങ്ങൾ സ്വന്തം പോകുമാണെന്ന് പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയട്ടെ, ഇങ്ങനത്തോനൊക്കെ എന്തിനാടോ മഹല്ല് കമ്മിറ്റിയിലൊക്കെ കൂടേണ്ട ആവശ്യം? പച്ച നുണ പറയാൻ യോഗ്യത ഉള്ള നീയൊക്കെ എന്തിനാടോ മഹല്ല് കമ്മിറ്റിയിൽ നിൽക്കേണ്ട ആവശ്യം? ബദറും പിരിവൊക്കെ നിൽക്കട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം നമുക്ക്. എന്തിനാടോ ഒരു പാവപ്പെട്ട പണ്ഡിതന്? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ അയാൾ പറഞ്ഞു നുണ പറയേണ്ട ആവശ്യം, ഏറ്റു പറയേണ്ട ആവശ്യം? തൽക്കാലം ഒന്നും പറയണ്ട, നിങ്ങൾ കമ്മിറ്റിക്കാരെ കുറ്റപ്പെടുത്തും വേണ്ട, നിങ്ങൾ വേറെ നുണ പറഞ്ഞിവിടെ പോലെ സംരക്ഷിക്കും വേണ്ട. ഞാൻ ഏതായാലും പോവുകയാണ്, നിങ്ങൾ എന്താ വെച്ചാലും നോക്കിക്കോളി എന്ന് പറഞ്ഞ് മുണ്ടാതെ പോയിക്കോളി, നിങ്ങൾ ഓൽക്കും വേണ്ടി നുണ പറയാൻ നിൽക്കരുത്. അതല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ പറയാം, അയാൾ വേറെ ചെറിയ ചെറിയ മൈനസുകളുണ്ട്. എന്തൊരു ദുൽമാണിത്! വേണ്ടെങ്കിൽ നല്ല നിലയ്ക്ക് സ്വലാത്തും ചൊല്ലി വിട്ടൂടെ? അതുകൊണ്ട് ഇവിടെ വന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താൻ എന്റെ ഈ വാക്കുകൾ ഒരു പക്ഷേ ഓൺലൈനിൽ ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുകയാണെങ്കിൽ ഓർമ്മപ്പെടുത്താം. ഏതെങ്കിലും പാവപ്പെട്ട പണ്ഡിതന്മാർ, അയാൾ മുദരിസൊന്നല്ലല്ലോ, മൊല്ലാക്കാണല്ലോ, എടോ മൊല്ലാക്കാണെങ്കിലും പഠിച്ചിട്ടാ അയാൾ ഇൽമു കൊണ്ടാണോ മുഅദ്ദിനായത്? എന്തിനാടോ മുഅദ്ദിന എന്നുള്ളവർക്ക് നീ രണ്ടാം കടക്കാരനായി കാണുന്നത്? ആലിമീങ്ങളുടെ ഇടയിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനവും മാനവും, ചെയ്യുന്ന അമലിന് ഏറ്റവും വലിയ പ്രതിഫലവും അനുഭവിക്കുന്നത് ബാങ്ക് കൊടുക്കുന്ന പാവപ്പെട്ട മുഅദ്ദിന്മാര്, ഉസ്താദുമാരാ. നിങ്ങൾ അറിയോത്? നിങ്ങളെ വേർതിരിച്ച ഒരാളെയും ചവിട്ടിത്താത്തി കുറച്ച് കാണിക്കരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. ഈ സദസ്സിൽ വന്ന ബദരീങ്ങളെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ നമുക്ക് ആലിമീങ്ങളെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനുള്ള മനസ്സ് അള്ളാഹു നൽകുമാറാവട്ടെ. ഇല്ലെങ്കിൽ ചത്തുപോകേണ്ടി വരും, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വെറും ബദറേലും ഉണ്ടാ നടന്നു പോയാൽ മതിയോ? പോരാ. ആ മഹാന്മാര്
ബദർ ശുഹദാക്കൾ, ആ മഹാസമരത്തിൽ പങ്കെടുത്ത മഹാന്മാർ, പിന്നീട് കാലങ്ങൾക്ക് ശേഷം സ്വഹാബത്തിന്റെ ഇടയിൽ തർക്ക വിഷയങ്ങളിൽ പോലും സ്വഹാബികൾ ബദരീങ്ങൾ ഉണ്ടാകുമ്പോ മഹാന്മാരെ സ്വഹാബത്ത് കൊഴിഞ്ഞു മാറിയിരുന്നു. അത്ര വലിയ ബദരീങ്ങൾ ഉണ്ടെങ്കിലും എന്നാ പിന്നെ അവരോട് തർക്കത്തിനില്ല. ബഹുമാനിച്ച് കാണിച്ചു തന്ന മഹത്തുക്കളാണ് നമ്മുടെ പൂർവികർ. ആധുനിക കാലഘട്ടത്തിലെ പുതിയ സംസ്കാരം, ബഹുമാനമില്ല, ആദരവില്ല, വാപ്പനിമ്മനെ അടിച്ചു കൊല്ലുമ്പോ പിന്നെന്ത് പള്ളിയിലെ ഉസ്താദും മദ്രസയിലെ ഉസ്താദും. അതുകൊണ്ട് ഇവിടെ വന്നവരോട് പറയാ, ഈ ബദർ ചൊല്ലി പരിശുദ്ധ റമദാനിൽ പറയാ, നല്ല ശുദ്ധിയുള്ള ഹൃദയമായിട്ട് വേണം ഇവിടെ നമുക്ക് ദ്വാരന്ന് പിരിയാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.